പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. കമ്മീഷണർക്ക് ഒറ്റയ്ക്ക് പൂരം കലക്കാനാകില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. പൂരത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ പഴി കേൾക്കേണ്ടി വന്നയാളാണ് താനെന്നും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വ്യക്തത വരണമെന്ന് പറയുന്നതെന്നും സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടപെടലില്ല റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ആ ഇടപെടൽ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആ റിപ്പോർട്ട് അതില്ലെങ്കിൽ പിന്നെ ബാക്കി റിപ്പോർട്ട് അല്ലെ അന്വേഷണം വേണോ വേണ്ടെന്ന് അപ്പം തീരുമാനിക്കാം. കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ടോ? ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ആ പൂരം ഇനി മേലിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതിൻ്റെ ആ പൂരം കാണാൻ വരുന്നത് നമ്മളെല്ലാവരും ഒരു സന്തോഷത്തിനും ഒരു സമാധാനത്തിനും നമ്മുടെ ഒരു കൊല്ലത്തെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. അവിടെ നമ്മളെല്ലാവരും വരുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായ അഴിച്ചു വെച്ചിട്ട് വരുന്ന സ്ഥലമാണ് ഈ പൂരം എന്ന് പറയുന്ന സ്ഥലം. ആ പൂരത്തിൻ്റെ ഒരു ആഘോഷം ജനങ്ങളും അങ്ങനെ വരുന്നതാണ്. ജനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആ പൂരം എന്ന് പറയുന്നത് ആ രീതിയിൽ നടക്കണം എന്നുള്ളതുകൊണ്ടാണ്. അവിടെ ഒരു കലവിലയും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ ആരും ആഗ്രഹിക്കുന്നതല്ല. അപ്പം ഇനി മേലിലും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് 1200 പേജുള്ള റിപ്പോർട്ടാണ്. അത് പൂർണ്ണമായി പഠിച്ചതിനു ശേഷം മാത്രമേ വിശദമായി പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. റിപ്പോർട്ട് എന്താണ് പറയുന്നതെന്ന് അറിയില്ല. പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകളും നടന്നിട്ടുണ്ടെന്നും സുനിൽകുമാർ. തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ഇത്തരം ഇടപെടലുകൾ ആവർത്തിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും പൂരം കാണാൻ വരുന്നവർ രാഷ്ട്രീയത്തിന്റെ കുപ്പായം അഴിച്ചുവെച്ചിട്ടാണ് വരുന്നതെന്നും അവിടെ കലപിലയും കുഴപ്പങ്ങളും വരാൻ ആരും ആഗ്രഹിക്കുന്നില്ലെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.